ഇത് നെയ്യാന്നിട്ട പോസ്റ്റിൻ്റെ രണ്ടാം ഭാഗമാണ്. ശരിക്കും ഞങ്ങളുടെ നാട്ടിലെ ഗ്രൗണ്ടിൽ കഴിഞ്ഞിട്ടൊന്നുമില്ല, അങ്ങോട്ടൊന്നും കൊണ്ടുപോകില്ല. പിന്നെന്താ ചെയ്യുക, ഞാനങ്ങോട്ട് വീണാലേ നാണക്കേട് ഇവർക്കാണേലോ. ഞങ്ങൾ മുണ്ടക്കുളം സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ കഴിഞ്ഞിട്ട് പോയി. അവിടെ കുറേ ആൾക്കാർ കളിച്ചാനും പിന്നെ വെറുതെ അവിടെയൊക്കെ വന്നിരിക്കണവരൊക്കെ ഉണ്ടായിനി. ചെറിയൊരു മടി ആദ്യം ഉണ്ടെങ്കിലും പിന്നെ ഞാൻ ആ മടിയൊക്കെ കണ്ട് മാറ്റിച്ച്. കാരണം എനിക്ക് വണ്ടി വിട്ടാൻ അറിയുന്ന എൻ്റെ കൃത്യനാണ് തെളിയിച്ചെടുക്കണേ. ഇവിടെ അനുസരിച്ച് സ്ഥലം കിട്ടാവോ നമുക്ക് വേണം. ഇവിടെ ഫൈനലി നമ്മൾ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഹെൽമെറ്റ് വേണ്ട, ബുക്കൊന്നുമില്ല. നിങ്ങൾ എൻ്റെ വീഡിയോ എടുക്കോ? കണ്ടു കഴിച്ച് ഞാൻ അടിപൊളിയിട്ട് വണ്ടി വിട്ടോണ്ടില്ല. പറയുമ്പോൾ എനിക്ക് നിലത്ത് കാലും കൂടി വെക്കണില്ല ഓടിക്കുമ്പോഴൊന്നും. പക്ഷെ എൻ്റെ കെട്ടിടങ്ങോട്ട് സമ്മതിച്ച് തരുന്നില്ല. എനിക്കൊന്നും ഈഗോ ആണെന്നാ, സമ്മതിച്ച് തന്നെ തരുന്നില്ല. ഞാൻ പിന്നെ വിമാനോട്ടി കാണിച്ചു കൊടുത്താൽ എന്നോട് അറിയാം, എനിക്ക് ഓട്ടം അറിയില്ല, നിന്നോട് അറിയുള്ളൂ. പിന്നെ അതിനെ ബോധിപ്പിച്ചിട്ട് കാര്യമില്ല എന്നാണ് മനസ്സിലായി. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ ഓട്ടിക്കുത്തന്നേ. ഏതായാലും എല്ലാം തന്നെ ഈ വണ്ടി ഓട്ടാനെങ്കിലും തോന്നല്ലോ. പിന്നെ മുന്നൊരു വണ്ടി, ഞാൻ വണ്ടി വെച്ചതിനോട് നമുക്ക് പുതിയ വണ്ടി എടുത്തിട്ട് അത് ഓട്ടാന്നേന്. ഈ വണ്ടി എടുത്തിട്ട് ഇപ്പം 5-6 മാസമായി. എന്നിട്ട് ഇപ്പോഴാണ് ഇപ്പം ഈ വണ്ടി കയറിട്ട്. ഇവിടെ നല്ല അടിപൊളി സ്ഥലം കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര മഴ ഭയങ്കര ചാറ്റ് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വിളിച്ച് വീട്ടിൽ പോരാന്ന്. നമ്മള് വണ്ടി ഓട്ടാ പഠിച്ച ഗ്രൗണ്ടിൽ നിന്ന് വീട്ടിൽ പോലേ. പിന്നെ വണ്ടി പോകുമ്പോ ഭയങ്കര ക്ലാസ്സേനി. പോകുമ്പോ ഇങ്ങനെ ബ്രേക്ക് പിടിക്കണം, അങ്ങനെ ബ്രേക്ക് പിടിക്കണം. പിന്നെ ഞാനങ്ങോട്ട് കേട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നാളെ കൊണ്ട് വണ്ടി ഇട്ടില്ലേ ഒക്കെ ഞാൻ മൂലയാണ് കൊടുത്ത്. അത് ശരിയാ, അത് ശരിയാന്നുണ്ട്. നേരെ പ്രൊഡക്റ്റ് പിന്നെ ഇന്റെ പോലെ തന്നെയാണ്. പുറത്തിറങ്ങിയ ചായ ഇട്ടണം, അതാണിപ്പോൾ പറഞ്ഞു കൊടുക്കണേ. ചെയ്യണമെന്ന് ഓണ്ടായോണ്ട് എനിക്ക് എച്ചിലേ ഗേസ്. കാരണം എപ്പോഴും ചായ ഇട്ടും, ചായ അല്ലെങ്കിൽ ജ്യൂസ്. അങ്ങനെ ഞങ്ങൾ കട കയറി. പൊറാട്ടയും ചിക്കൻ കൊണ്ടാട്ടോ, ചിക്കൻ കടായോ അങ്ങനെ എന്തോ കഴിഞ്ഞിട്ട് മേടിച്ച് എനിക്ക് ഓർമ്മയില്ല. ചിക്കൻ കടായിയാ തോന്നണേ. അങ്ങനെ അതൊക്കെ തിന്ന് പലർച്ച ഞങ്ങൾ പെരേക്കാണ്ട് പോന്നു. ഇങ്ങനെ എനിക്ക് 4 വണ്ടി ഓട്ടാൻ പോരാലോ. എന്നും ചിക്കൻ കടയും പൊറാട്ടയും കിട്ടണമെങ്കിലോ. അപ്പോൾ ഓക്കെ ബൈ. ഞാൻ പൊറാട്ടൻ്റെയും കൊണ്ടാട്ടത്തിൻ്റെയും കൊണ്ടിട്ട് കടായിൻ്റെയും റിവ്യൂ പറയാൻ മറന്നുപോയി. അടിപൊളി പൊറാട്ടയും അടിപൊളി കടായിനെ. നേറാട് C-Star, അതെ C-Star എന്നാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചിരുന്നത്. ഇവിടെ പുതിയ റെസ്റ്റോറൻറ്റ് ആക്കിയാണ് ഇപ്പോൾ, പങ്ങാടിയിലല്ല. പിന്നെ പുതുതായി ആരെങ്കിലും ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിന്നെയും കൊണ്ട് റോട്ടുമ്മ കൂടെ പോവുകയാണെങ്കിൽ ഞാൻ അടുത്ത പാർട്ടിലുണ്ട് വീഡിയോ റോട്ടുമ്മ കൂടെ പോകണത്.